അച്ഛാ, ഓ ഇന്ന് നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു. UDF ജയിച്ചു. അച്ഛൻ്റെ രാഷ്ട്രീയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ? ഞാൻ ജന്മനാ ഒരു BJP അനുഭവിയാണ്. ജന്മനാ കമ്മ്യൂണിസ്റ്റ്? ജന്മനാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പിന്നെ BJP ആയി. BJP അനുഭവിയാണ്. BJP അനുഭവിയാണ്. എങ്കിലും ഞാൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ സന്തുഷ്ടനാണ്. കാരണം 3 പേര് ജയിച്ചിട്ടുണ്ട്. കേരള അസംബ്ലിയിൽ 3 പേര് ചെല്ലുക എന്ന് പറയുന്നത് പലർക്കും സഹിക്കാൻ വെക്കുന്ന കാര്യമല്ല. 3 BJPക്കാരും ആദ്യമായിട്ടാണ്. സുരേഷ് ഗോപിയൊക്കെ ജയിച്ചത് ഒരു പ്രത്യേക ആ നിയമസഭയിലേക്ക് രാജഗോപാൽ രാജഗോപാൽ അതങ്ങയുടെ വ്യക്തി പ്രഭാവം കൊണ്ട് ജയിച്ചതാണ്. ഇത് BJPയുടെ ശക്തി ഉണ്ട്. ഇവിടെ BJPയുടെ ഭാവി ഇന്ത്യയുടെ ബാക്കി വിഭാഗത്തിൻ്റെ ഭാവി പോലെ തന്നെ. ആസാമിലും പശ്ചിമ ബംഗാൾ പിന്നെ BJP തൂത്തുവാരി വരും. ആസാമിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം BJP അടിച്ചു നൂരുക. കാവ്യമയമാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഈ BJPക്കാരോട് പറയാനുള്ള ചില കാര്യങ്ങൾ അച്ഛൻ പറയാം. BJPക്കാർ ഓരോ വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും പ്രവർത്തിക്കണം എന്നുള്ളത് പറയാനുള്ളത്. അവർ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എന്നുമില്ല കണ്ടിന്യൂസ് പ്രവർത്തനമല്ല. ഇലക്ഷൻ വരുന്ന ഉടനെ അവരോടി ഇറങ്ങും, അവിടെ എവിടെയും പോസ്റ്റർ ഒട്ടിക്കും, കൊടിമരം നാട്ടും, പിരിഞ്ഞു പോകും. തോക്കുമല്ലോ. തോൽവി മുന്നേ കണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതങ്ങ് വിടണം. ആദ്യം മുതലേ അവർ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ടീമായി മാറണം. അങ്ങനെയാണെങ്കിൽ BJPയുടെ ഈ 3 സീറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം 30 സീറ്റായിട്ട് വരാൻ സർവ്വസാധ്യതകളുമുണ്ട്. അല്ല, BJP അല്ലാതെ വേറൊരു പാർട്ടി ഇവിടെ വളർന്നു വരുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല. നഷ്ടമുണ്ട് താനും. കാരണം എത്ര ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആനുകൂല്യത്തിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്, നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ കടം കയറി കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തെ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ അകമൊഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിലേ വെക്കും. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ BJPയുടെ ഇവിടെ ഉണ്ടാവണം. മുഴുവൻ BJPക്കാരാവണമെന്നൊന്നുമില്ല. BJPയുടെ ഇവിടെ പിടിച്ചു വന്നെങ്കിൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കേരളത്തെ പറ്റിയൊരു സത്ത വരുത്തുള്ളൂ. ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി BJP അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കണം. അവർ കൂടെ നിൽക്കാൻ യോഗ്യരാണ്, അവർ നിൽക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണയുണ്ട്. ഹിന്ദുക്കൾ മാത്രമുള്ളതാണ് BJP, അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിക്കൊരു സ്ഥാനവുമില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അതേസമയം ക്രിസ്ത്യാനിയെ കൂടെ കൂട്ടുപിടിച്ചാൽ ഈസിയായിട്ട് ഈ മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകളിലെല്ലാം BJPക്ക് ജയിക്കാൻ കഴിയും. മുസ്ലിമിലും ദേശീയവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ കൂടെ ദേശീയവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ കൂടാം. മുസ്ലിങ്ങൾക്കും ഐക്യം ഇല്ല. അങ്ങനെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലയോ. അതല്ല, RSSനോ BJPക്കോ മുസ്ലിങ്ങളെ കൂടെ കൂട്ടുന്നതിൽ ഐക്യമൊന്നുമില്ല. പറയാമോ? ഓ, ഇത്രയൊക്കെ ഉള്ളൂ.